ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. മനുഷ്യ ജീവിതം ഏത് രീതിയിലും ആക്കിയെടുക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ഉത്തമ ജീവിത ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത തരുന്ന അറിവ് അത് ശരിക്കും നാം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തവും സുദൃഢവുമായൊരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ മുന്നിലുണ്ടാവും. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കാറ്. അപ്പം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ കല്യാണം. അപ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം നോക്കുമ്പോൾ അച്ഛനമ്മമാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് കല്യാണം നടത്തി കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി സ്വർണ്ണാഭരണങ്ങളും അതുപോലെ ആർഭാടത്തോടെ കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി അതാണ് ശരിയെന്ന രീതിയിൽ അത് ഉൾക്കൊള്ളും, അല്ലെങ്കിൽ സ്വീകരിക്കും. എന്നാൽ ഇതിൽ എത്രമാത്രം എൻ്റെ അച്ഛന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത്രയും സ്വർണ്ണമൊക്കെ ഉണ്ടാക്കാനുള്ള കാശ് വീട്ടിലുണ്ടോ, അതിനുവേണ്ടി കടവും മറ്റും വാങ്ങിക്കുന്നുണ്ടോ, ഇത് പിൽക്കാലത്ത് അച്ഛനമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അതൊന്നും ആ കുട്ടി ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഇതൊന്നും കുട്ടികൾ ശ്രദ്ധിക്കാറില്ല. കാരണം അവർ വിചാരിക്കുന്നത് അച്ഛനമ്മമാരുടെ കടമയാണെന്നാണ്. അപ്പം അങ്ങനെ ഒരു പക്ഷേ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പോകുന്നതോടുകൂടി ഒരു കുടുംബം താളം തെറ്റുന്നത് ഈ പെൺകുട്ടി അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അറിയാൻ ശ്രമിക്കാറില്ല. അപ്പം അവിടെയൊക്കെയാണ് പലപ്പോഴും പെൺകുട്ടികളും ബോധവാന്മാരാവണം. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുണ്ടോ? അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ? എന്നിട്ട് പോരാത്തതിന് ചില കുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രേരണ വീണ്ടും അച്ഛനമ്മമാരെ ടാക്സ് ചെയ്യുന്നവരുണ്ട്, ഇനിയും പണം വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ, വളരെയധികം താളം തെറ്റിപ്പോകുന്ന കുടുംബങ്ങൾ. അവിടേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിതലത്തിൽ നമ്മുടെ ചില സ്വാർത്ഥനിഷ്ഠമായ കാമനകൾ, ഈ സ്വാർത്ഥനിഷ്ഠമായ ആഗ്രഹങ്ങൾ നാം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദുരിതവും ദുഃഖവും വിഷവുമാവുമെന്ന് നാം അറിയുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ ഇസ്ലാം മതത്തിലെ ടെററിസം പോലുള്ള പ്രശ്നങ്ങൾ? സ്വർഗം എന്നൊരു കാമനയ്ക്ക് വേണ്ടി, സ്വാർത്ഥ കാമന, എനിക്ക് സ്വർഗം കിട്ടണം. അതും വല്ലാത്തൊരു അത്ഭുതമാണ്. ദൈവത്തിന് രൂപവുമില്ല, അവിടുത്തെ സ്വർഗത്തിലുള്ള ദൈവത്തിന് രൂപവുമുണ്ട്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ദൈവം ഇവരോട് ചോദിക്കും, നീ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? അപ്പോൾ വിശ്വാസിയാണെങ്കിൽ അവന് സ്വർഗം. അപ്പം ഇതൊക്കെ ദൈവം ഇവരോട് ചോദിക്കുക. അത്രേ ചോദിക്കണമെങ്കിൽ ഒരു രൂപം വേണം, എന്നാൽ ദൈവത്തിന് രൂപവുമില്ല. ഇങ്ങനെ കുറേ അന്ധമായി ധരിച്ച് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാവം പിഞ്ചു കുട്ടികളുടെ മേൽ പോലും ബോംബിട്ട് നശിപ്പിച്ച് തകർത്ത് കുറേ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് എന്ത് സ്വർഗമാണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവിടെയാണ് ഗീത നമുക്ക് തരുന്ന വെളിച്ചം. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലുമുള്ള സുഖമായി തീരരുത്. അങ്ങനെയൊരു സുഖമാണ് നാം നേടുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് മതി നമ്മുടെ ജീവിതം നാളെ ദുരിതത്തിലാവാൻ. കാരണം എവ്രി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ദൈവത്തിനും അത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞ പോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വിതച്ചവൻ കൊയ്യും. വിതച്ചവൻ അവൻ കൊയ്യും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്ഥൂലതലത്തിൽ ഉദാഹരണം ശരിയാവണമെന്നില്ല. വിതച്ച ഒരുത്തനും കൊയ്യുന്ന വേറൊരുത്തനും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാനാണ്. അപ്പം അതുകൊണ്ട് ഗീതയിലൂടെ നാം യഥാർത്ഥ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ അതിഗംഭീരങ്ങളായ ശ്ലോകങ്ങളിലാണ്. 3-ാം അധ്യായത്തിൽ 35-36 അവിടെ 35-ാം ശ്ലോകത്തിൽ അർജുനനൊരു ചോദ്യം ചോദിക്കുകയാണ് കൃഷ്ണനോട്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് ദുർബലമാകുന്നതിന് കാരണം
എന്ത് പ്രേരണയാലാണ് അല്ലെങ്കിൽ ഏതൊരു ശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ടാണ് മനസ്സ് പലപ്പോഴും ദുർബല വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത്? അപ്പം അതിനുള്ള ഉത്തരം കൃഷ്ണൻ 36-ാം ശ്ലോകത്തിൽ പറഞ്ഞത് അതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. കാമയേഷ ക്രോധയേഷ. കാമവും ക്രോധവും. കാമം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. കാമം എന്നതിന് ഞാൻ പറഞ്ഞു സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളുണ്ട്. കേവലം ഒരു സെക്ഷുവൽ ഡിസയർ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം കാമം എന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് പല അർത്ഥങ്ങൾ കാണാം. ഒന്ന്, അവനവൻ്റെ ഉള്ളിലുള്ള അമിതമായ തെറ്റായ ഒരു സുഖ ആലസ്യം എന്ന് പറഞ്ഞാൽ ഒരു സുഖത്തിൽ നമുക്ക്, സുഖജീവിതത്തിൽ നമുക്ക് ഇത് തന്നെയായിരിക്കും നാളെയും എൻ്റെ ജീവിതത്തിൽ വരിക എന്ന ധാരണയിൽ നാം ഒരു അലസനായി ദുർബലനായി ജീവിക്കുന്ന അങ്ങനെയൊരു ആസക്തി, സുഖാസക്തി, ഇന്നത്തെ സുഖജീവിതത്തോടുള്ള ഒരു ഒട്ടൽ, അത് കാമമാണ്. അതെന്താ കാമം എന്ന് പറയാൻ കാരണം? ആ സുഖാസക്തിയാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നേരിടാൻ നമ്മളെ അനുവദിക്കാതെ. കാരണം ഇന്ന് ദുർബലനായവൻ നാളെയും ദുർബലനാണ്. ഇന്ന് സുഖത്തിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ നാളെ തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നേരിടാനുള്ള കരുത്തില്ലാതെ പോകും. ഈ കാഴ്ച ബംഗ്ലാവിൽ ഭക്ഷണം കൊടുത്ത് വളർത്തിയ മൃഗങ്ങളെ പിന്നെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവർ ചത്തുപോകും. കാരണം അവർ സ്വയം പണിയെടുത്തിട്ട് ഇര പിടിച്ച് ജീവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഈ സർക്കാരുകളൊക്കെ മനുഷ്യരെ നശിപ്പിക്കുന്നത്. എല്ലാ സർക്കാരുകളും ആനുകൂല്യങ്ങൾ കൊടുത്ത് ആ വ്യക്തിയിലുള്ള കഴിവ് വികസിക്കാതെ പോകും. അധ്വാന ശേഷി നഷ്ടപ്പെടും. അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുറേ സമൂഹത്തെ നശിപ്പിച്ച് ഈ നാട് കേടുവരുത്തിയത്. അപ്പോൾ ഒരു വ്യക്തിയെ വികസിപ്പിച്ചെടുക്കുക. പണ്ടുള്ളവർ പറയും, അതായത് നമ്മൾ ദാനം ചെയ്യണം, പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന്. അതായത് തീരെ പണിയെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മൾ ദാനം ചെയ്യണം. പണിയെടുക്കാൻ പറ്റുന്നവർ പണി കൊടുക്കണം, അവന് ജോലി കൊടുക്കണം. കാരണം അവൻ അധ്വാനിക്കുമ്പോഴേ അവൻ്റെ കഴിവുകൾ വളർന്നു വരുള്ളൂ, അവൻ്റെ ആരോഗ്യം നിലനിൽക്കുള്ളൂ. അലസനെന്നും രോഗിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ രോഗമുള്ളത് അലസന്മാരുള്ള നാട്ടിലായിരിക്കും. കാരണം അവർ ശരീരത്തിലൊന്നും പണിയെടുത്ത ശീലമില്ല. അതുകൊണ്ട് ശരീരത്തിന് പ്രതിരോധശേഷി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതിയിൽ എക്സ്പോസ് ചെയ്യുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധശേഷി കൂടുതലായിരിക്കും. നാടൻ പശുക്കൾക്ക് പ്രതിരോധശേഷി കൂടുതലാണ്. എന്നാൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്ന കുറേ പശുക്കളുണ്ട്, ഹൈബ്രിഡ് പശുക്കൾ, HF എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊന്നും പുറത്തിറങ്ങിയാൽ അപ്പം അവർ വേർത്ത് കുളിക്കും. കാരണം പ്രതിരോധശേഷിയില്ല, ചൂടൊന്നും താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് അവരുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രതിരോധശേഷി മനുഷ്യർക്കും നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം, നാം നമ്മുടെ ജീവിത സുഖങ്ങളിൽ അമിതമായി സുഖിച്ചിരുന്നാൽ നാളെ ഇത് തന്നെ വരുമെന്ന് വിചാരിച്ചാൽ ഒരു പകലിൻ്റെ പിന്നാലെ രാത്രിയുണ്ട്. സുഖമധ്യേ ദുഃഖം, ദുഃഖമധ്യേ സുഖം എന്നാണ്. സുഖം വരുമ്പോൾ അതിൻ്റെ കൂടെ ദുഃഖവും വെച്ചിട്ടുണ്ട്. ഒരു പകലുണ്ടോ, ഇരുട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളിന്ന് സുഖമായി ജീവിച്ചാൽ നാളെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടും. നോക്കൂ, കോവിഡ് ആരെങ്കിലും പ്രതീക്ഷിച്ചു? കോവിഡ് കൊണ്ടുള്ള ദുരിതം ആരെങ്കിലും പ്രതീക്ഷിച്ചു? ഒരു രാജ്യത്തിനും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതെ പോയത് കൊണ്ടല്ലേ എത്രയോ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു പോയത്. ഈ ലോകത്തിൽ മുഴുവൻ എത്ര മരണം! അങ്ങനെ മനുഷ്യ ജീവിതത്തെ മുഴുവൻ താളം തെറ്റിക്കാൻ, തകർക്കാൻ നാളത്തെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വന്നാൽ നാം അതിനെ നേരിടാനുള്ള കഴിവും കരുത്തും തയ്യാറാക്കണമെങ്കിൽ, മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കണമെങ്കിൽ ഇന്ന് നാം അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും തയ്യാറാകണം.
അപ്പം കാമം എന്നതിന് ഒരർത്ഥം ആലസ്യസുഖം, അതായത് സുഖത്തിൽ അലസമായിട്ടിരിക്കുക. അതായത് നാളെയും സുഖം വരുമെന്ന തെറ്റായ ധാരണയിൽ നമ്മൾ വേണ്ട പോലെ ഒന്നിനും തയ്യാറാവാതെ അല്ലെങ്കിൽ പരിശീലിക്കാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് വേണ്ട പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാതെ പോകുന്ന ജീവിതം ആണ് ഒന്ന് കാമം. രണ്ടാമത്തെ കാമം എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അവർക്ക് വിവേകമില്ല. അവരെ വിചാരം ഞങ്ങൾക്കെന്ത് വന്നാലും നേരിടാനുള്ള ത്രാണിയും തൻ്റെ ഇടമുണ്ട് എന്നാണ്. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് ബുദ്ധി മാത്രമേ വികസിക്കുള്ളൂ എന്നും മനസ്സ് വികസിക്കുകയില്ലെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു. ഇന്നതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസമുള്ളവൻ ആത്മഹത്യയിൽ നിന്നും തൂങ്ങി മരിക്കുന്നതും. കാരണം മനസ്സ് വികസിക്കുന്നില്ല. കാരണം മനസ്സിനെ വിദ്യാഭ്യാസം കൊണ്ടല്ല വികസിപ്പിക്കേണ്ടത്, സാധനാനുഷ്ഠാനം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ദുരഭിമാനത്തിൽ ജീവിക്കരുത്. ഞാൻ എൻ്റെ ദുഃഖം ആരോടും പറയില്ല, വിഷമം ആരോടും പറയില്ല, അവരുടെ മുന്നിൽ ഞാൻ താഴില്ല, ഞാൻ എൻ്റെ അഭിമാനം ആരുടെ മുന്നിലും പണയം വെക്കില്ല. അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അടക്കി പിടിച്ചു വെച്ചാൽ ഇത് പൊട്ടിത്തെറിച്ച് നിങ്ങളുടെ ജീവിതം തകരും. രണ്ടാമത്തത്. മൂന്നാമത്തത് സ്വാർത്ഥ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടെററിസ്റ്റുകളൊക്കെ ചെയ്യുന്നതാണ്. അവർ ആകാശത്തിൻ്റെ ഏഴാകാശത്തിനപ്പുറത്ത് ഒരു സ്വർഗമുണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അമിതമായ അന്ധവിശ്വാസം. എന്നാൽ മരണത്തോടുകൂടി ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുമെന്നും മരണസമയത്ത് മനസ്സ് അബോധാവസ്ഥയിലാകുമെന്നും ഈ അബോധാവസ്ഥയിലായ മനസ്സ് ഒരു ശരീരമില്ലാതെ എങ്ങനെയാണ് ബോധാവസ്ഥയിൽ വരിക? എന്നാൽ ഈ മനസ്സ് അവർ പറയണത് സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയിട്ട് അതിന് ശരീരം കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മനസ്സ് സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി അവിടെ ഒരു ശരീരം കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിന് ഭൂമിയിലും കൊടുക്കാൻ പറ്റില്ലേ? ആരെ സ്വർഗത്തിൽ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഭൂമിയിലും കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഭൂമിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ദൈവം സ്വർഗത്തിൽ? കാരണം അവിടെ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അത് വെറൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ആകാശത്തിൻ്റെ അപ്പുറത്ത് സൂര്യനിൽ നിന്ന് അകന്നു പോകുന്തോറും വായുമണ്ഡലത്തിൻ്റെ എന്താ പറയുക, തണുത്ത മണ്ഡലമായിരിക്കും. അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യക്ക് ഏഴാകാശത്തിനപ്പുറത്തൊക്കെ സൂര്യൻ പോലും അവിടെ കിരണങ്ങൾ വളരെ കുറച്ചെത്തുന്ന സ്ഥലത്ത്, തണുത്തുറഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ മനുഷ്യവാസമുണ്ടെന്നും അവിടെയൊക്കെ ദൈവം മനുഷ്യനങ്ങനെ സുഖസൗകര്യങ്ങളൊക്കെ കൊടുക്കുമെന്നും പുഴകളിൽ പാലും തേനും കൊഴുകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അന്ധമായി വിശ്വസിക്കാം. അതിനൊന്നൊരു യുക്തിയില്ല. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഭാരതീയനെന്ന് അഭിമാനിക്കുന്നതിന് കാരണം, ഗീതയെ അഭിമാനത്തോടുകൂടി പഠിക്കുന്നതിന് കാരണം, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, യുക്തിക്ക് നിരക്കാത്തത് ഈ ജീവിതത്തിൽ ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ പറ്റാത്തതൊന്നും വിശ്വസിക്കരുത്. അതെല്ലാം അന്ധമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ജീവിതമുള്ളത്. നിങ്ങൾ ഇവിടെയാണുള്ളത്. നാളെ സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയും? കാരണം അബോധാവസ്ഥയിലുള്ള ഒരാൾക്ക് സ്വർഗത്തിൽ ജീവൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ, ജീവിതം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റുള്ളൂ. വിശ്വാസമെല്ലാം അന്ധവിശ്വാസമാണ്. കാരണം അത് അറിവിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല, അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് അത് അന്ധവിശ്വാസമാണ്. എന്തെങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ നരകമുണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചും ബുദ്ധിമുട്ടിപ്പിച്ചും തൻ്റെ സ്വാർത്ഥ കാമനയ്ക്ക് വേണ്ടി, നാളെ ഒരു സുഖം കിട്ടുമെന്നുള്ള കാമനയ്ക്ക് വേണ്ടി ഇവിടെ ദ്രോഹങ്ങൾ ഉണ്ടാക്കുന്നവരും കൃഷ്ണൻ പറഞ്ഞതുപോലെ അവരെ തന്നെയാണ് തകർക്കുന്നത്, അവരെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നറിയുന്നില്ലേ? കാരണം നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതമുണ്ടാവുക. അതെപ്പോഴും നിങ്ങൾ ഓർത്തോളൂ. ആസ് ദ മൈൻഡ് സോ ദ ലൈഫ്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. കുട്ടികളുടെ മനസ്സിൽ ഏത് തരം ചിന്തകളാണ് അവരുടെ വായിൽ നിന്നും പുറത്തു വരുന്നത്? ഒന്നിനും എന്നെക്കൊണ്ട് വയ്യ, ഞാനൊന്നും ചെയ്യില്ല, അങ്ങനെയുള്ളൊരു നെഗറ്റീവാണോ? എങ്കിലത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അവരിലെ സെൽഫിഷ് സുഖം, എനിക്കൊരു സുഖം കിട്ടണം, എനിക്കൊരു സന്തോഷം, എൻ്റെ സുഖം, എൻ്റെ സ്പേസ്, അങ്ങനെയുണ്ടോ? അത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഈ ചിന്തകളായിരിക്കും നാളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വികാസത്തെയും സങ്കോചത്തെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്.
നല്ല ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് വികസിക്കുള്ളൂ. ദുഷ്ടചിന്തകൾ, ദുർബല ചിന്തകൾ മനസ്സിനെ കൂടുതൽ ഉൾവലിയിക്കും, കൂടുതൽ മനസ്സിനെ കൂടുതൽ ഒരു തരം ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് കൊണ്ടുപോകും. അത്തരം വ്യക്തികൾ അപകടമാണ്. കാരണം അവരുടെ സ്വാർത്ഥ ചിന്തകൾ, തനിക്ക് സുഖം, തനിക്ക് എല്ലാം വേണം, തൻ്റെ ജീവിതം, ഈ തരത്തിലുള്ള പ്രശ്നമുള്ളവർ, ചിന്ത ഉള്ളവർ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് യഥാ മന തഥാ ജീവിത, എപ്രകാരമാണോ മനസ്സ് അപ്രകാരം ജീവിതം. അപ്പം അങ്ങനെയുള്ള മനസ്സിൽ ക്രോധ, കാമമുണ്ടോ അവിടെ ക്രോധമുണ്ട്. കാമവും ക്രോധവും ട്വിൻസാണ്. അതായത് ഉള്ളിൽ നമുക്ക് ആലസ്യ സുഖമുണ്ടോ, ദുരഭിമാനമുണ്ടോ, സ്വാർത്ഥ സുഖമുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സുള്ളവർ പൊട്ടിത്തെറിക്കാൻ, പ്രതിഷേധിക്കാൻ, പരിഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പം മനസ്സിൽ സപ്രഷൻ വരുംതോറും അത് ഡിപ്രഷനാവും. ഡിപ്രഷൻ എല്ലാം കൂടിയും എക്സ്പ്രഷനാവും, എക്സ്പ്ലോഷനാവും, പൊട്ടിത്തെറിക്കും. മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണോ അങ്ങനെയായിരിക്കും ആ മനസ്സിൻ്റെ എക്സ്പ്രഷൻസ്, ആ മനസ്സ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും അടക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളൊന്ന് സൈക്കോളജിക്കലി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഇത്തരം കാര്യത്തിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ഇസ്ലാം മത തീവ്രവാദത്തിലേക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ അടുത്ത കാലത്ത് ഈ പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യ പോലും അതിനൊരു ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവരിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ തീവ്രവാദികൾ ഭയങ്കര വിദ്വേഷവും, ഭയങ്കര കൊല്ലാൻ മടിയില്ലാത്ത ആ വിദ്വേഷം, പക. അതെന്ത് ഇത്രയും വിദ്വേഷം വരുന്നത്? കാരണം അത്രയും അവരെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അപ്പോൾ ഒരു കാമം അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോധം അതിൻ്റെ തീവ്രതയിൽ പ്രകടമാവും. കാര്യം ഈ കാമം കിട്ടണമെങ്കിൽ, സ്വർഗത്തിലുള്ള സുഖങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ വിശ്വാസികളല്ലാത്തവരെ കൊല്ലേണ്ടതുണ്ട്. അതാണ് അവരുടെ കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളല്ലാത്തവർ, അരവിശ്വാസികളല്ലാത്തവർ, അതായത് അള്ളാഹുവിനെ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ അവിശ്വാസികളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അല്ല അവർക്ക് വേണ്ടത് അള്ളാഹു മാത്രമാണ് ദൈവം. അള്ളാഹുവിനല്ലാതെ ആര് വിശ്വസിക്കുന്നുണ്ടോ അവരൊക്കെ കാഫീറുകളാണ്, അവിശ്വാസികളാണ്. അപ്പം അവിശ്വാസിയെ കൊന്നാൽ ദൈവം പ്രത്യേകം സ്പെഷ്യൽ അവിടെ അതൊക്കെ കൊടുക്കുന്ന പറഞ്ഞ് അവരെ അനുമോദിക്കുന്നതാണ്. എന്നാൽ രൂപം ഇല്ലാത്ത ദൈവം കേട്ടോ. ആ രൂപമില്ലാത്ത ദൈവം എങ്ങനെ സ്വർഗത്തിൽ രൂപമെടുത്ത് അനുമോദിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഞാൻ എന്തിനാ എടുത്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നോക്കും, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിലങ്ങനെ കുത്തി നിറച്ച് സ്വർഗം, ഭൂമിയല്ല സ്വർഗം. അപ്പം ജന്മം തന്ന രാജ്യത്തോട്, ആ നാടിനോട്, എത്രയോ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന രാജ്യത്തോടല്ല പ്രതിപത്തി, കിട്ടാൻ പോകുന്ന സ്വർഗം അതവിടെ ഉണ്ടോ എന്ന് യുക്തിപരമായി ഒന്ന് ചിന്തിക്കുക. മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റുമോ? ആർക്കറിയാം? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ ഉള്ളതല്ലേ ഇപ്പോൾ ഉള്ള സത്യം. സത്യത്തെ വിട്ടിട്ട് അറിയാത്ത ഒന്നിൻ്റെ പിന്നാലെ പോകേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കില്ല, ആ തരത്തിലുള്ള ചിന്തകളില്ല. അങ്ങോട്ട് അന്ധമായി ഉറപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് പലരുടെയും ജീവിതം. അതായത് നാളെ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവും ഞാനും ഒരു സുഖസുന്ദര ജീവിതം എന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ കേരളത്തിൽ നിന്ന് 2-3 കുട്ടികളെ മതം മാറ്റി പ്രേമിച്ചു കൊണ്ടുപോയി. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ജയിലിലുണ്ട്. അതിലൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ആണ് തോന്നണോ, ആരോ എനിക്ക് അയച്ചു തരണ്ടേ. അപ്പോൾ ആരോ എന്താ ചോദിച്ചാൽ പൊട്ടിത്തെറിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി നോക്ക്. എന്താ പൊട്ടിത്തെറിക്കാൻ കാരണം? ഇവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ സ്വർഗീയ ജീവിതം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇന്നതൊക്കെ കൂടെ നരകമായപ്പോൾ തിരിച്ചു പോലും വരാൻ പറ്റാതെ അന്യനാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നവർ, ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ. സ്വന്തം രാജ്യം നിഷേധിച്ചു, ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഈ തരത്തിൽ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. സ്വർഗത്തിലും പോയില്ല. കൂടെ ഉള്ളവരാണെങ്കിൽ അവർ ബോംബിൽ തകർന്ന് തരിപ്പണമായിപ്പോയി. അങ്ങനെയൊക്കെ മനസ്സ് മരവിച്ച് മുരടിച്ച് താളം തെറ്റിയ മനസ്സ്
അത് ക്രോധാഗ്നിയിലേക്ക് പോയില്ലെങ്കിൽ അത്ഭുതം. അപ്പം ഇത്തരത്തിലുള്ള വികൃത മനസ്സുകളായി മനുഷ്യൻ മാറിയാൽ അത് മറ്റുള്ളവർക്ക് പോലും ഭീഷണിയാണ്. അപ്പം നാം മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണ് അടിഞ്ഞു കൂടുന്നതെന്ന്. അതിപ്പോൾ അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൊബൈൽ ഫോണിൽ അധികം കുരുങ്ങിക്കിടന്നാൽ കുട്ടികളുടെ മനസ്സറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകും. കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ രൂപപ്പെടുന്നതെന്നും അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നും അവരെങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളിലാണ് വളർന്നു വരുന്നതെന്നും അവരെ ശ്രദ്ധിക്കുക മാത്രമല്ല അവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രേമത്തെ പോലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്താണ് പ്രേമം, എങ്ങനെയാണ് പ്രേമം അപകടത്തിലാവുന്നത്? കാരണം കുട്ടികളിലൊക്കെ ഓവർ കോൺഫിഡൻസ് ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തുന്ന അമ്മമാർ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവം പെൺകുട്ടികൾ ഒരുത്തൻ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പ്രേമം കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രേമം സത്യമാണെന്ന് കരുതും. കാരണം പെൺകുട്ടികളുടെ മനസ്സ് പൊതുവേ കാപട്യം പലർക്കും കുറവാണ്. അപ്പോൾ അവർ ഇപ്പുറത്തൊരു സ്നേഹം കാണുമ്പോൾ അതിലേക്ക് ചാഞ്ഞ് വീണു പോകും. പക്ഷെ അവരറിയുന്നില്ല ഈ ആൺകുട്ടിയുടെ മനസ്സിലെ പ്രയോറിറ്റീസ് എപ്പോഴാണ് മാറുക എന്നുള്ളത്. ഈ പ്രേമം എന്ന് പറയുന്നത് സ്ഥായിയല്ല. ഇന്ന് ഒരു പെണ്ണിനോട് പ്രേമം, നാളെ പണത്തോട് പ്രേമം, പിന്നീട് ലഹരിയോട് പ്രേമം. താളം തെറ്റിപ്പോകുന്നത് അങ്ങനെയൊക്കെയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ആകർഷണമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്നാണ്. ഇന്ന് തോന്നുന്ന ആകർഷണമല്ല നാളെ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്കിന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ഉദാഹരണങ്ങളിലൂടെ. പെൺകുട്ടികൾക്ക് നിങ്ങൾ കളിപ്പാട്ടം കൊടുക്കുക, ആൺകുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങൾ കൊച്ചുകുട്ടികളുടെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാവാതെ മതി. പെൺകുട്ടി ആ കളിപ്പാട്ടം തന്നെ അതിനെ താലോലിച്ച് അതിനോട് തന്നെ അതിൻ്റെ പ്രതിപത്തി, അതിനോട് തന്നെ ഒരു ആകർഷണം, അതിനോട് തന്നെ കൂടുതൽ ഒരു താല്പര്യം. ആൺകുട്ടികളല്ല, വേറൊന്ന് സൗന്ദര്യമുള്ളത് കണ്ടു കഴിഞ്ഞാൽ, വേറെ ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തേത് വിട്ടു, അതിൻ്റെ മനസ്സിൻ്റെ പ്രയോറിറ്റി മാറി. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ വലുതാകുമ്പോഴും ആ മനസ്സിൽ നിന്ന് വരും. എന്നും ഒരാൾക്ക് ഒന്നിനോട് തന്നെ പ്രതിപത്തി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് വേറെ ആളെ പ്രേമിക്കുന്നു, വേറെ ആളിലേക്ക് ചാടുന്നു എന്നല്ല അർത്ഥം. തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. പറയുന്നത് ഇന്നുള്ള ആകർഷണവും ഇന്നുള്ള പ്രയോറിറ്റി താല്പര്യവുമാവില്ല നാളെയുള്ളത്. നാളെ വേറെ ഏതെങ്കിലും വിഷയമായിരിക്കാം, ഒരുപക്ഷെ പണത്തോടായിരിക്കാം, അധികാരത്തോടായിരിക്കാം, സുഖസൗകര്യങ്ങളോടായിരിക്കാം. നമ്മൾ കണ്ടുവല്ലോ, പലതിനോടും മനുഷ്യൻ്റെ മനസ്സ് മാറി മാറി വരാം. അപ്പം അതുകൊണ്ട് ഈ കാമന, നമുക്കുള്ള ആകർഷണങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്കാർക്കും കാമനകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പലതിനോടും ആഗ്രഹങ്ങളും ആകർഷണങ്ങളും ഉണ്ടാവും. പക്ഷേ നാം എപ്പോഴും മനസ്സിലാക്കണം, നാളെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സുഖവും സന്തോഷവും വന്നില്ലെങ്കിൽ അന്ന് ഞാൻ കരയരുത്, തളരരുത്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് വളരാനും വികസിക്കാനുമാണ്, അല്ലാതെ ശുഷ്കിക്കാനും ജീവിതം മുഴുവൻ മുരടിപ്പിക്കാനും നരകിപ്പിക്കാനുമല്ല. വികസിക്കണോ അതോ ജീവിതം ശുഷ്കമാക്കണോ? ഏതാണ് വേണ്ടത്? ജീവിതം വികസിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാമനകളിലും കുരുങ്ങാൻ മനസ്സിനെ അനുവദിക്കരുത്. കാരണം കാമനകളിൽ കുരുങ്ങിയാൽ ക്രോധം പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. നിങ്ങൾക്കതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം കാമനയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്രോധം. കാമയേഷ ക്രോധയേഷ, അത് ഓർത്തു വയ്ക്കുക. അതുകൊണ്ട് സുഖവും സന്തോഷവും പ്രേമവും എല്ലാം ഈ ചുറ്റുപാടിൽ കിട്ടുമ്പോഴൊക്കെ ഓർക്കുക, ഇന്നുള്ളത് നാളെ കിട്ടണമെന്നില്ല, ഇന്നുള്ള പോലെ നാളെ ഉണ്ടാവണമെന്നില്ല. കാലം ഒരിക്കലും ഒരുപോലെ ആകില്ല. അപ്പം അതുകൊണ്ട് നാളെ എൻ്റെ മനസ്സ് തളരാതിരിക്കണമെങ്കിൽ എനിക്ക് ചില അനുഷ്ഠാനങ്ങളും എനിക്ക് ചില കൃത്യനിഷ്ഠകളും പിന്തുടരേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞത്, നാം ജീവിതത്തിൽ 2 ട്രാക്കിലൂടെ യാത്ര ചെയ്യണം. ഒന്ന് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൻ്റെ ട്രാക്കും, 2 ആത്മീയമായ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചുടനെ തന്നെ തൻ്റെ അച്ഛനമ്മമാരായ ദേവകി വസുദേവന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാന ശ്ലോകമുണ്ട്. ശ്രീമദ് ഭാഗവതം
ദശമസ്കന്ധം, അവിടെയാണ് കൃഷ്ണാവതാരം, 3-ാം അധ്യായം 54-ാം ശ്ലോകം ആണെന്ന് തോന്നുന്നു. അവിടെ പറയും, യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസക ചിന്തയന്തോ കൃതസ്നേഹോ യാസേതേ മദ്ഗതിം പരാം. നിങ്ങൾ എന്നെ പുത്രൻ്റെ ഭാവത്തിൽ സ്നേഹിച്ചുകൊള്ളൂ, പക്ഷേ നിങ്ങളുടെ അനുഷ്ഠാനത്തിൽ, നിങ്ങളുടെ സാധനയിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും ഒരേ ഊർജ്ജമാണ്. ഞാൻ നിങ്ങളിൽ നിന്നും വേറെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് കാരണം സ്ഥൂല തലത്തിലാണ്. അടിസ്ഥാനമായി നമ്മളെല്ലാം ഒരേ ബോധ ഊർജ്ജത്തിൽ നിന്നും വികസിച്ച് വന്നവർ. ഇന്നത്തെ മോഡേൺ സയൻസാണ് കൃഷ്ണൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ ഉയർത്താനും കൂടെ പരിശീലിച്ചു കൊണ്ട് വേണം നമ്മുടെ ലൗകിക ജീവിതത്തിൽ യാത്ര ചെയ്യാൻ. ഏതായാലും ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അടുത്ത ക്ലാസ്സിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.